ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ ബേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ സ്പെഷ്യൽ ആവാനുള്ള കാരണം ഇന്ന് ബേക്ക് ചെയ്യുന്നത് ഞാനല്ല, ഇന്ന് ബേക്ക് ചെയ്യുന്ന ആൾക്കാരെന്നെ കാണണ്ടേ. വാ, ഇവരാണ് ഇന്ന് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നവർ. എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട് എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ രണ്ടാളിവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ട് ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാളുടെ കയ്യിൽ ഓരോ വിസ്കും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ അടിയാവും. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി നോക്കാം. ഞാൻ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല, ചെറിയ ചെറിയ കട്ട്സാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് എഗ്ഗ് ചേർത്തിട്ടുണ്ട്, മൈദ, പഞ്ചസാര പൊടിച്ചത്, വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എല്ലാതും നമ്മൾ അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു അളവൊന്നും എടുത്തിട്ടില്ല, ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്തിക്കണം. ഒരുപാട് തിക്കായി പോകാൻ പാടില്ല. ജസ്റ്റ് കേക്കിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു ഭാഗത്തു നിന്ന് ഇളക്കുന്നു, അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരാളെ കഴിഞ്ഞിട്ട് വേണം ഒരാൾക്ക്, അങ്ങനെ രണ്ട് പേരും ഒരുമിച്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാ വെയിറ്റ് ചെയ്യാണ്. ഒരാളെ കഴിഞ്ഞിട്ട് ഒരാൾക്ക് മിക്സാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇവിടെ ബാറ്ററൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് പാനിലാണ് കേട്ടോ. നമ്മുടെ ബിരിയാണി പോട്ടൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ പാനിലാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 20 മിനിറ്റ്സ് വെച്ചാൽ മതി, കേക്ക് നന്നായി സെറ്റായി വന്നോളും. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ്, ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇത് പൊങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റും. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി വെക്കാം. ഇനി ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നമ്മൾ കേക്ക് നന്നായിട്ട് കുക്കായോ എന്ന് നോക്കുമല്ലോ, അതേപോലെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. കേക്കൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്.